ഹലോ ഹായ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ബീച്ച് വരെ ഒന്ന് പോകാൻ കേട്ടോ. കോഴിക്കോട് ബീച്ചിലേക്ക് കുറേ കാലമായി പോകാത്തത്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ യാത്രകൾ തുടങ്ങാം. ദേവൂട്ടനും ധാർമ്മികമൊക്കെ ഭയങ്കര ഡാൻസ് കളിയിലാണ്. ഞങ്ങളും ഓക്കെ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് കളിക്കാൻ പോകുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നറിയാം. എന്നാലും ആ പരിധി വെച്ചിട്ട് നമ്മൾ കളിക്കാന്. അങ്ങനെ ഞങ്ങൾ കൊക്കല്ലൂരെത്തി. കൊക്കല്ലൂരിൽ നിന്ന് നമ്മൾ ഇനി നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ പിന്നെ യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു. കാരണം നമ്മളെ ക്യാമ്പിംഗ് ബ്രദേഴ്സിലെ വിഷ്ണു ഉണ്ടായിരുന്നു, ഞങ്ങളെ കസിനാണ്. അപ്പോൾ ഓൻ്റെ നേപ്പാളിലെ കഥകളൊക്കെ പറഞ്ഞ് എന്താ പറയുക വാരി തൊയിച്ചിട്ടപ്പോൾ ഞങ്ങൾക്ക് സമയം പോയതേ അറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ നേരെ കടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ബീച്ചിൻ്റെ അടുത്തേക്ക് പോയിരിക്കുക, കടലിൻ്റെ അടുത്തേക്ക് പോയിരിക്കുക എന്ന് എഴുതിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായക്ക് ഓർഡർ എടുക്കുകയാണ്. ഇന്ന് ഉണ്ണീൻ്റെ വകയാണ് ചായക്കടിയും ചായയൊക്കെ. അപ്പോൾ അവനാണ് ഇന്നത്തെ സ്പോൺസർ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാടമുട്ടയും പിന്നെ ബജ്ജി ഉണ്ടല്ലോ, അതുമാണ് കേട്ടോ കഴിച്ചത്. നല്ല രസമുള്ള ബജ്ജിയും കാടമുട്ടയായിരുന്നു. ഞങ്ങൾ എന്തായാലും ബീച്ചിൽ വന്നാൽ ഞങ്ങൾ ചായ കുടിക്കാണ്ട് എവിടേക്കും പോകാറില്ല. ആദ്യം അത് കഴിച്ചിടും, എന്നിട്ട് ബാക്കിയൊക്കെ ഉള്ളൂ. അങ്ങനെ ചേട്ടനതാ ചായ അടിക്കുകയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളിനി മരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഇരുന്നത്. എല്ലാവരും ചായയും കടിയൊക്കെ ഭയങ്കര ആസ്വദിച്ചിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. മരം ആയതിനെ കൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. വല്ല കാക്കയോ കൊച്ചോ എന്തെങ്കിലും ഒരു പണി തരുമോ എന്നുള്ളത് അറിയില്ലായിരുന്നു. മോനോടെ വീഡിയോ എടുക്കുന്ന കാരണം ആവണി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചായക്കടി ഓന് വാരി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞു. അപ്പം മക്കൾ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ടത് കണ്ടിട്ട് അവരത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പോയതാണ്. അങ്ങനെ ആവണിയും മക്കളൊക്കെ അത് വാങ്ങിക്കാൻ നിൽക്കുകയാണ്. കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ഒരു നെല്ലിക്ക വാങ്ങിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. കൂടുതൽ ഉപ്പിലിട്ടത് അധികം കഴിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അധികം വാങ്ങിച്ചു കൊടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ആഗ്രഹം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കൊടുക്കാണ്ടിരിക്കാനും തോന്നൂലല്ലോ. അപ്പം നിലവിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ അമ്മയൊക്കെ കാടമുട്ട അപ്പം കഴിച്ചുകൊണ്ട് നിൽക്കുക തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഐശ്വര്യതയൊക്കെ അല്ലേ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടലിൻ്റെ അടുത്ത് വന്ന് കുത്തിരുന്ന് ഇതിതാ ഞങ്ങൾ ചെറിയ മക്കളെ പോലെ കളിക്കുകയാണ്. എന്തായാലും നമുക്ക് അന്നത്തെ കാലം ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുമല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യാന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഞങ്ങൾക്ക് പണിയിട്ട് കേട്ടോ. ഉണ്ണി പായുന്നത് അതാ കോളിഫ്ലവർ ബജ്ജി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പുഴിയിൽ കൈയൊക്കെ ഇട്ട് പോയാൽ ഇനിയിപ്പം നമുക്ക് തിന്നാനാവില്ലല്ലോ, കൈയൊക്കെ കഴുകിയിട്ടൊക്കെ വരണ്ടേ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു കൺസ്ട്രക്ഷൻ ആട്ടോ ഇത്. KGF സ്മരണയിൽ ഞങ്ങൾ ഒരു കവാടം ഉണ്ടാക്കിയതാണ് തോന്നുന്നു. മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഓലൊരു എന്താ പറയുക ഓലൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് സംഭവം. എന്തായാലും നൈസായിട്ടുണ്ട് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അത് അവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങളെ തൊട്ടടുത്ത് നിന്ന ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ട് ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ആൾക്കൊരു ചെറിയൊരു കൗതുകം തോന്നിയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ട് കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കാം മൂപ്പര് വന്ന് വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്ത്. വേറൊരു ചേട്ടൻ വന്നിട്ട് അത് നോക്കി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ പോയി. ഇനി ഇതിനൊന്നും അധികം മറ്റെന്താ പറയണ്ടേ ആയുസില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നിട്ട് തന്നെയാണ് ഞങ്ങളത് ഉണ്ടാക്കിയത് പോലും. ഇനി അതായിട്ട് ബാക്കി എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ മറ്റെന്താ പറയണ്ടേ തൂണ് പോലെ ഉണ്ടാക്കിയ സാധനവും ഞാൻ പൊട്ടിച്ചാലും. പിന്നെ ഞാൻ ജസ്റ്റ് ലോഡ് കയറ്റാണ് വണ്ടിയിൽ. ഇനി മണ്ണിറക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് അടുത്ത ഞങ്ങൾ. അപ്പോൾ ഇവൻ ധാരൂട്ടൻ മണ്ണിൽ പുഴിയിൽ കളിക്കുകയാണോ അതോ കുളിക്കുകയാണോ എന്നൊന്നും അറിയുന്നില്ല. ഉരുണ്ട് മറിഞ്ഞ് സകല കളിയും കളിക്കുന്നുണ്ട്. ഉണ്ണിക്കാകെ ടെൻഷനായി ഇത് ചേറ് ആവുമോ എന്നുള്ളത്. പിന്നെ പൂഴിയാണല്ലോ, അധികം ചേറും കാര്യങ്ങളൊന്നും ആവില്ല. ഇതാ പോകുന്നത് കണ്ടോ, ഇങ്ങനെ മണ്ണിൽ കളിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ദേവൂട്ടൻ്റെ കാലും ഉള്ളിലാക്കിയിട്ടിട്ട് ഓൻ്റെ പൂഴി നിറയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നേ. വെറുതെ വന്ന് ബീച്ചിൽ ഇങ്ങനെ കുത്തിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. ഓരോരോ നിമിഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്യണേ. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ.
അപ്പം ഞങ്ങളേതായിട്ടുള്ള സകല കളികളും കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ഗെയിമും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗെയിം കളിക്കാൻ അത് വഴിയേ വരും. ഇപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് കഥ പറയുകയും മക്കളെ കളി ഇങ്ങനെ കണ്ട് രസിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പല പല കാര്യങ്ങളും ഞങ്ങളെ തൊട്ടടുത്ത് കൂടെ നടന്നു പോയിട്ടുണ്ട്. കാരണം കടലിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ചെറിയ മക്കൾ ഇറങ്ങിയിട്ടേ, അപ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കാണ്ടൊക്കെ വന്ന് ആരൊക്കെയോ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമാണ് അവിടെ ചെറിയ മക്കളൊക്കെ ഒഴുക്കിൽ പെട്ടുപോയി എന്നൊക്കെ പറയുന്നത് കേട്ടത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആൾക്കാർ ചീത്ത പറയുന്നുണ്ട്, ചെറിയ മക്കളിങ്ങനെ വിടുന്നത്. ഞങ്ങളതുകൊണ്ട് ഇവന്മാർക്ക് പിന്നെ പേടിയായതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. ഡ്രസ്സൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു, ഇനി അഥവാ സപ്പോസ് കടൽ കളിച്ചാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവർ കളിച്ചിട്ടില്ല, എന്തായാലും അവർക്ക് നല്ല പേടിയുണ്ട്. അപ്പം ഞങ്ങളൊരു ഗെയിം കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേനോ, അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കറങ്ങുക നടക്കുക എന്നുള്ളത് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ആവണി അതിവിദഗ്ധമായിട്ട് എന്താ പറയണ്ടേ, ഓടിയില്ല. ആവൂല എന്ന് പറഞ്ഞുകൊണ്ട് ഓളാടെ നിന്നാളിഞ്ഞ്. അതുകൊണ്ട് ഓളെ നടത്താൻ കാണില്ല. പക്ഷേങ്കിൽ ഞാൻ നല്ല അസലായിരുന്നു. ഞാൻ കുറച്ച് ആത്മാർത്ഥതയുടെ നിറകൂടമായതുകൊണ്ട് ഞാൻ ഇത്തിരി അധികം ഒന്ന് കറങ്ങുകയും ചെയ്തു, നടക്കുകയും ചെയ്തു. എൻ്റെ മക്കളെ ഒന്നും പറയാനില്ല. ചെറുതിൻ്റെ മേല് അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മേലും മറികടന്നിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നമ്മളെ സ്ഥിരം കലാപരിപാടി, രാത്രിയത്തെ ഫുഡ് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്ത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാം. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ശ്വാസേട്ടൻ അടുത്ത വളവ് കണ്ടപ്പോൾ അതിലൂടെ ഷോർട്ട് കട്ട് അടിക്കാൻ വിചാരിച്ച് അതിലൂടെ പോവുകയാണെന്നാണ് കരുതിയത്. ഫുഡ് നമ്മളെ ഇന്നത്തെ ഇതിൽ യാത്രയിലുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. എന്നാലും ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡായി, അതേപോലെ എന്താ പറയണ്ടേ, പെട്ടെന്ന് സർപ്രൈസ്ഡുമായി. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചായിരുന്നോ? അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ചാച്ച ബൈ ബൈ, സി യു, അടുത്ത വീഡിയോ കാണാം.